അങ്ങനെ കാത്തിരുന്ന് എനിക്ക് പിന്നെയും ഈ പ്ലാന്റ് കിട്ടിയിട്ടോ. അപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ പേര് കണ്ടത് തുമ്പർജിയ എന്നാണ്. വേറെ പേരെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇതിപ്പോൾ കയ്യോടെ നടാമെന്ന് വിചാരിച്ചു. ഇത് ഇന്നലെ രാവിലെ നട്ടതാട്ടോ. ഏട്ടയെ അതിൻ്റെ തലേദിവസം വൈകുന്നേരം കൊണ്ടുവന്ന്, വൈകുന്നേരമല്ല രാത്രി വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് അത് വെള്ളത്തിലിട്ടു. അതുകൊണ്ട് അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇട്ടിരുന്നത്, വാട്ടമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിവിടെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചേക്കണതിൻ്റെ 2 സൈഡിലായിട്ട് നട്ടു കൊടുക്കാമെന്ന് വെച്ചു. ഒരെണ്ണം ഉള്ളൂ, നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഇവിടെയാണെങ്കിൽ പെബിൾസ് ഇട്ടിട്ടുണ്ട്. പെബിൾസിൻ്റെ അടിയിൽ കുറച്ച് മിറ്റിലും ഉണ്ട്, അതിൻ്റെ അടിയിൽ ഈ ഷീറ്റും ഉണ്ട് കേട്ടോ, കറുത്ത ഷീറ്റും ഉണ്ട്. അപ്പോൾ അത് ഷീറ്റ് കട്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ നടുക എന്നുള്ളത് ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ അവിടെ മണ്ണ് മാറ്റാൻ വേണ്ടി കുഴിയെടുക്കാൻ വേണ്ടിയിട്ട് പല ആയുധങ്ങളും വന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും എടുത്തിട്ട് ഞാൻ കുഴിക്കാൻ വേണ്ടി നോക്കി. കാരണം ചുറ്റും ബബിൾസൊക്കെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതിലൊന്നും ചെളിയാവാതെയൊക്കെ നോക്കണമല്ലോ. അങ്ങനെ ഞാൻ കുറേ കുത്തി പിന്നെ അച്ചാച്ചൻ രംഗപ്രവേശം ചെയ്യേണ്ടി വന്നു. കയ്യാൾ വേറെ വന്നപ്പോഴാണ് കുഴിയായത് കേട്ടോ. അതുവരെ ഞാൻ അവിടെ ഇട്ട് കുറേ മാന്തൽ മാത്രമേ നടന്നുള്ളൂ. പിന്നെ ഞാനതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വലിയ തൈ ഞാനിവിടെ സൈഡ് ചേർത്ത് നമ്മുടെ മതിലിൻ്റെ സൈഡ് ചേർത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കുഴിച്ചെടുത്ത മണ്ണ് തന്നെ ഇട്ടപ്പോൾ അതിന് ഭയങ്കര പശപ്പ്, ഭയങ്കര മണ്ണിൽ വെള്ളം ജലാംശം ഉണ്ടായിരുന്നല്ലോ മഴ പെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അച്ചാച്ചൻ പുറത്തുനിന്നുള്ള മണ്ണ് കുറച്ചെടുത്ത് ഇട്ടു കേട്ടോ. മേൽഭാഗത്ത് അടിയിൽ ആ മണ്ണ് തന്നെ ഇട്ടിട്ട് അങ്ങനെ നമ്മളത് അവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ പെബിൾസൊക്കെ ഇട്ടിട്ട് മൂടി കൊടുത്തു കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം മണ്ണിലോട്ട് ഇറങ്ങും. കാരണം അത്രയിടം നമുക്ക് ഷീറ്റൊക്കെ മാറ്റിയല്ലോ, പെബിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെബിൾസ് തിരിച്ചിട്ടു. അടുത്ത സൈഡിലും അതുപോലെ തന്നെ കുഴിയെടുത്തു. അത് ഞാൻ വെറുതെ പരീക്ഷിക്കാൻ നിന്നില്ല, അച്ചാച്ച തന്നെ കുഴിയെടുത്തു കേട്ടോ. അങ്ങനെ കുഴിയെടുത്തിട്ട് അത് ചെറിയ കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ നടാൻ, ഒരു ചെറിയൊരു കമ്പല്ല വള്ളി അതേ ഉണ്ടായിരുന്നുള്ളൂ നടാൻ. അതവിടെ നട്ടു കൊടുത്തു. പിടിച്ചോളുമായിരിക്കണം. നന്നായി. ഞങ്ങൾ വളമൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം വളമൊക്കെ ഇപ്പോഴിട്ട് കൊടുക്കാനുള്ളൊരു അവസ്ഥയിലൊന്നും അല്ലല്ലോ, ചെറുതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തു, വെള്ളം നനച്ച് കൊടുത്തു, മൂടിയിട്ടോ.